543 സീറ്റുകളുള്ള ലോക്സഭയിൽ ഇത്തിരി കുഞ്ഞൻ കേരളത്തിന്റെ സംഭാവന കേവലം 20 സീറ്റ് മാത്രമാണ്. പക്ഷെ ഭൂമി മലയാളത്തിന് ഏറ്റവും പ്രധാനം കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ആരെല്ലാം വിജയിക്കുന്നു, ഏത് മുന്നണിക്കാണ്. കേന്ദ്രത്തിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ 2 മുന്നണികൾ ഇവിടെ മത്സരിക്കുന്നു. അത് രണ്ടും UDF LDF സംവിധാനങ്ങളായി മാറി നിന്നുകൊണ്ട് മത്സരിക്കുന്നു. ഇന്ത്യയിലെ ആകമാന ചിത്രത്തിൽ നിന്നും സ്വല്പം വ്യത്യസ്തമാണ് കേരളം. അതുപോലെ NDA മുന്നണി അങ്ങനെ തന്നെ മത്സരിക്കുന്നു. അങ്ങനെ 3 വ്യത്യസ്തമായ മുന്നണികൾ മാറ്റുരയ്ക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ നൽകുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? ആ 20 സീറ്റുകൾ എങ്ങനെയാണ്? 13 വ്യത്യസ്തമായ ഓൾ ഇന്ത്യ ഏജൻസികൾ, ഇതൊന്നും കേരളത്തിൽ ബേസ് ചെയ്യുന്ന ഏജൻസികളല്ല. കേരളത്തിലെ മലയാള മനോരമ ഉൾപ്പെടെ നടത്തുന്ന സ്വതന്ത്രമായ വിശകലനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ദേശീയ ഏജൻസികൾ, 13 ദേശീയ ഏജൻസികൾ നടത്തുന്ന നിഗമനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് എന്നതാണ് ഈ ചിന്താവിഷയം, ഇപ്പോഴത്തെ ചിന്താവിഷയം. ഏതാണ്ട് എല്ലാ സർവേകളും UDFന് നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. അതായത് പ്രൊജക്ട് ചെയ്യുന്ന നമ്പേഴ്സ് അനുസരിച്ച് 14 മുതൽ 18 വരെ സീറ്റുകൾ ശരാശരി. ഒരു സർവേ ഏതാണ്ട് 20 സീറ്റോളം വരെ എത്താം എന്ന് പറയുന്ന ഒരു സർവേ ഉണ്ട്, അത് വിസ്മരിക്കുന്നില്ല. എങ്കിലും മൃഗീയമായ ഭൂരിപക്ഷമാണ്. ഒരു പക്ഷേ ശരാശരി എടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 20-ൽ 19 എന്ന നമ്പർ ആവർത്തിക്കാൻ UDFന് കഴിഞ്ഞേക്കില്ല. പക്ഷേ ശരാശരി വരുമ്പോൾ 16, 17, ഒരുപക്ഷെ 18. അപ്പൊ 16-നും 18-നും ഇടയിലുള്ള ഒരു നമ്പറിൽ എത്തി നിൽക്കാൻ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന UDF സംവിധാനത്തിന് കഴിയുമെന്നാണ് പൊതു നിഗമനം. LDF ആണല്ലോ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ പരമ്പരാഗതമായി സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ LDFന്റെ പ്രകടനം 5 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. 2 മുതൽ 5 സീറ്റ് വരെയാണ് ശരാശരി ഒരു പ്രൊജക്ഷൻ. 2 3 സീറ്റ് എന്ന് ശരാശരിയിൽ നമുക്ക് കൃത്യമായി എത്തി നിൽക്കാം. ഈ പ്രകടനം, ഈ പ്രൊജക്ഷൻസ് ശരിയാകുകയാണെങ്കിൽ, എക്സിറ്റ് പോളുകളുടെ നിഗമനം ശരിയാവുകയാണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ LDFന് തിരിച്ചടിയുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സീറ്റിൽ നിന്നും, ആലപ്പുഴ മാത്രമാണ് വിജയിച്ചത്, അതിൽ നിന്നും ഒരു പക്ഷേ 1-2 സീറ്റുകൾ കൂടി കൂടാമെന്ന പ്രതീക്ഷയും എക്സിറ്റ് പോളുകൾ പങ്കുവയ്ക്കുന്നു. അപ്പൊ LDF എന്തായാലും വലുതായി ആശ്വസിക്കാനുള്ള വകയൊന്നുമില്ല. ഒരു പക്ഷേ ആന്റി ഇൻകംബൻസി ഒരു വികാരം അവിടെ അലയടിച്ചു എന്നായിരിക്കണം എക്സിറ്റ് പോൾ ഏജൻസികളുടെ നിഗമനം. അതനുസരിച്ചുള്ള ഡേറ്റ ആണല്ലോ അവർ പുറത്തുവിടുന്നത്. എന്നാൽ ഏറ്റവും ആകാംക്ഷയോടുകൂടി മലയാളി കാത്തിരുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ താമര വിരിയുമോ? NDA കേരളത്തിൽ വിരിഞ്ഞിട്ടുണ്ട് 2004-ൽ തന്നെ. അത് PC തോമസിന്റെ രൂപത്തിൽ IFDP എന്ന പാർട്ടി NDA ഘടകകക്ഷിയായിരുന്നു മൂവാറ്റുപുഴ മണ്ഡലത്തിൽ. അന്ന് PC തോമസ് വിജയിച്ചു വന്ന് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ. അപ്പൊ അങ്ങനെ ദേശീയ ജനാധിപത്യ സഖ്യം മുൻപും ജയിച്ചിട്ടുണ്ട്. പക്ഷേ താമര ചിഹ്നത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയും ലോക്സഭയിൽ വിജയിച്ചിട്ടില്ല. ആകെ വിജയിച്ചിട്ടുള്ള നിയമസഭയിൽ രാജേട്ടൻ എന്ന് വിളിക്കുന്ന രാജഗോപാൽ നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ ഇതിന് മുൻപത്തെ നിയമസഭയിൽ വിജയിച്ചു വന്നത് മാത്രമാണ് എടുത്തു പറയാവുന്ന ഏക നേട്ടം. എന്നാൽ ഏതാനും കോർപ്പറേഷനുകളുടെ ഒരു നിർണായക സാന്നിധ്യമാകാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം വളരുന്ന പാർട്ടിയാണ് കേരളത്തിൽ BJP. RSSന് ഏറ്റവും അധികം ശാഖകളുള്ള കേരളത്തിൽ തീർച്ചയായും BJPക്ക് ഗ്രോത്ത് കർവിൽ മുന്നോട്ട് പോകുന്നു. ഒപ്പീനിയൻ പോളുകളും ഇപ്പം എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്ന അത് തന്നെയാണ്. 1 മുതൽ 3 സീറ്റ് വരെയാണ് ഏജൻസികൾ പ്രകടിപ്പിക്കുന്നത്. ഏറെ സംസാരിച്ച 2 സീറ്റുകൾ ഇക്കൂട്ടത്തിൽ വരാം. ഒരു പക്ഷേ 2 എന്നത് പറയുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശ്ശൂര് സുരേഷ് ഗോപിയും എന്നത് ഏറെ സംസാരിച്ചതാണ്. അപ്പൊ 3ാമതൊരു സീറ്റ് ഉണ്ടെങ്കിൽ അത് ആറ്റിങ്ങലിൽ V മുരളീധരനാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കൃത്യമായി പറയുന്നില്ല. 1 സീറ്റ് മുതൽ 3 സീറ്റ് വരെ എന്ന് പറയുമ്പോൾ ശരാശരി 2 സീറ്റാണ് നോർത്ത് ഇന്ത്യൻ ഏജൻസികൾ. ഞാൻ നോർത്ത് ഇന്ത്യൻ എന്ന് തന്നെ പറയും, കേരളത്തിലെ ഏജൻസികളല്ല. അത് കേരളത്തിന്റെ സ്പന്ദനങ്ങൾ ഒരുപക്ഷെ മലയാളികൾ, എന്നെ കേൾക്കുന്ന മലയാളികൾക്കാണ് കുറച്ചുകൂടി കൂടുതൽ അറിയാവുന്നത്. എന്നിരുന്നാലും BJPക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. എക്സിറ്റ് പോൾ അനുസരിച്ച് BJPയുടെ പരമ്പരാഗതമായ 2 പതിറ്റാണ്ട് മുൻപ് കേവലം 5% മാത്രം ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് ഷെയർ ഘട്ടം ഘട്ടമായി ഇപ്പോൾ 15% ശരാശരി എത്തി നിൽക്കുകയാണ്. അത് വിന്നബിലിറ്റി വരണമെങ്കിൽ ഒരു മണ്ഡലത്തിൽ 33%-ലധികം ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായാൽ 33-നും 40-നും ഇടയ്ക്ക് ശതമാനം വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാനാവൂ. അത് ഈ 2 മണ്ഡലങ്ങളിലെങ്കിലും ലഭിക്കുമോ എന്ന ഒരു സന്ദേഹമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് ആ സന്ദേഹത്തിനൊന്നും അടിസ്ഥാനമില്ല, അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലാണ്
എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എക്സിറ്റ് പോളിന്റെ ആധികാരികതയെക്കുറിച്ച് അനേക സംശയങ്ങളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ എന്റെ ആധികാരികതയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പരമ്പരാഗതമായി 80% സ്ട്രൈക്ക് റേറ്റ് ആണ്, അല്ലെങ്കിൽ സക്സസ് ആണ് എക്സിറ്റ് പോളിൽ ഉള്ളത്. കാരണം വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന സമ്മതിദായകരോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനുശേഷം ചില ഏജൻസികളെങ്കിലും അത് കൗണ്ടർ ചെക്ക് ചെയ്യാനായി ഒരിക്കൽ കൂടി ഫോണിൽ വിളിച്ച് അതൊന്ന് സ്ഥിരീകരിക്കുന്ന ഒരു പ്രവണതയുമുണ്ട്. ഇത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും സമൂഹത്തിലെ എല്ലാ സ്ട്രെയിറ്റായെയും ഈ പോളിൽ അല്ലെങ്കിൽ സാമ്പിളിൽ പെടുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് സാമ്പിൾ സൈസ് ഉണ്ടായിരുന്നു എങ്കിലും ഒരുപക്ഷെ ഈ നിഗമനങ്ങൾ ശരിയായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വോട്ടെണ്ണൽ നടക്കുന്ന 4-ാം തീയതി വരെ അതുകൊണ്ട് UDF വലിയ പ്രതീക്ഷയുണ്ട്. BJPക്ക് പോലും 1-2 സീറ്റുകളിലുള്ള പ്രതീക്ഷ അവിടെ നിലനിൽക്കുന്നു. LDF ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്താൻ 1-ൽ നിന്ന് 2-ലേക്ക് 3-ലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് വലിയ അട്ടിമറിയൊന്നും ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ വിചാരിച്ചതിൽ നിന്നും വലിയ അട്ടിമറിയൊന്നും കേരളത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം.